പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഊഞ്ഞാൽ കെട്ടുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ മാത്തയിൽ ഒരു കൊമ്പുണ്ട്, നല്ല വളഞ്ഞു നിൽക്കുന്ന, ഊഞ്ഞാൽ കെട്ടാൻ പാകത്തിന് നിൽക്കുന്ന ഒരു കൊമ്പാണ്. നമുക്ക് അതിലൊരു ഊഞ്ഞാൽ കെട്ടാം. അപ്പോൾ ഊഞ്ഞാൽ കെട്ടാനായിട്ടുള്ള കയറ് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ കയറാണ്, നല്ല സ്ട്രോങ് കയറാണ്, പൊട്ടാത്ത കയറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നീളമുള്ള ഒരു മരം വേറെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിന് മുറിച്ചെടുത്ത് നമുക്ക് ഊഞ്ഞാൽ കെട്ടാം. ഏതാണ്ട് ഒരു 1-1.25 അടി നീളം മതി നോർമലി നമുക്കൊരു ഊഞ്ഞാൽ കെട്ടാനുള്ള ഇരിപ്പിടത്തിനുള്ളത്. പക്ഷേ ഇനി ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, 2 പേരൊക്കെ കയറണമെങ്കിൽ നമുക്ക് ഒരല്പം കൂടി നീട്ടിയിട്ട് ഒരു 2.5 അടിക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു 2 അടിക്കുള്ള നീളത്തിനുള്ളതാണ് മുറിച്ചെടുക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരമാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം സ്ട്രോങ് ഇല്ലെങ്കിൽ അതെല്ലാം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് മുറിക്കാനും നല്ല പാടാണ്, മുറിഞ്ഞ് കിട്ടാൻ ഇച്ചിരി താമസം എടുക്കും. നമ്മൾ ഊഞ്ഞാൽ കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് മരത്തിൻ്റെ കൊമ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരത്തിൻ്റെ കൊമ്പയിലാണ് കെട്ടേണ്ടത്, അല്ലെങ്കിൽ മരക്കൊമ്പ് ഒടിഞ്ഞു പോകും. രണ്ടാമത് നമ്മുടെ കയറും നല്ല പൊട്ടില്ലാത്ത ടൈപ്പായിരിക്കണം. പൊട്ടണ ടൈപ്പൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ താഴെ ചാടും നമ്മൾ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇരിക്കാനുള്ള മരം ഉണ്ടാക്കുന്നതും അതും സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഊഞ്ഞാലുണ്ടാക്കാൻ, അല്ലെങ്കിൽ അപകടം വിളിച്ചു വരുത്തും. ഓക്കെ, അപ്പോൾ 2 അടിക്കുള്ള മരം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കയറ് ആദ്യം നമ്മുടെ മാവേൽ കെട്ടാം. ഒരു അറ്റം കയറ് മരത്തേൽ കെട്ടിയിട്ട്, ഓക്കെ, അത് കെട്ടിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇരിക്കാനുള്ള മരം എടുത്തിട്ട് നമുക്ക് ഹൈറ്റ് നോക്കുക. നമ്മൾ നിലത്തുനിന്ന് നമ്മൾ ഇരിക്കാനുള്ള എക്സാക്റ്റ് ആ ഒരു ഹൈറ്റ് നോക്കിയിട്ട് കെട്ടണം. ഒരുപാട് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് താഴ്ന്നു പോയാൽ നമ്മൾ ആടുമ്പോൾ നമ്മൾ കാലൊക്കെ നിലത്തടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഹൈറ്റ് കറക്റ്റ് നോക്കിയതിന് ശേഷം കെട്ടുക. അപ്പോൾ ഒരറ്റം കെട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ അറ്റം കൊണ്ടും കെട്ടിയ ഇരിപ്പിടത്തിൻ്റെ കാര്യം ശരിയാവും. പിന്നെ അതിന് ശേഷം നമ്മുടെ മറ്റേ അറ്റം, കയറിൻ്റെ മറ്റേ അറ്റം നമ്മുടെ മരത്തേൽ, ഊഞ്ഞാൽ കെട്ടുന്ന മരത്തേലും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് മരത്തേൽ കെട്ടാം. ഓക്കെ, അപ്പോൾ മരത്തേലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കയറും മരത്തേലും കെട്ടി നമ്മൾ ഇരിക്കുന്ന സീറ്റും റെഡിയായി. ഇപ്പോൾ നമ്മൾ ഊഞ്ഞാൽ റെഡി. ഇനി നമുക്ക് ആടാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.